Hello guys, welcome to my YouTube channel. എല്ലാവർക്കും സുഖമാണോ? അതെ. സൗണ്ട്. അപ്പോ ഈ ലുക്കൊക്കെ കാണുമ്പോ എല്ലാവർക്കും അറിയായിരിക്കും, വേറൊന്നുമല്ല, ഓണം തന്നെ. കഴിഞ്ഞ ദിവസം എന്റെ കസിൻ ഒരുത്തനുണ്ട്, അവൻ വിളിച്ചപ്പോ പറഞ്ഞതാ, നാട്ടിലില്ലാത്ത ഓണാഘോഷമാണല്ലോ ഇവിടെ ഓണം കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല. നമ്മുടെ ഓരോ ഓണാഘോഷം തിരുവോണത്തിന്റെ അന്ന് തന്നെ കഴിഞ്ഞായിരുന്നു. ഇത് രണ്ടാമത്തെ ഓണാഘോഷമാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് നാളെ, മൂന്നാമത്തെ ഓണാഘോഷം. അതോടുകൂടി ഈ കൊല്ലത്തെ ഓണാഘോഷങ്ങൾ അവസാനിക്കുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ അത്രേ ഉള്ളൂ. അതിൽ കൂടുതലിടാൻ ഉടുപ്പില്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ ഇന്നിപ്പോ ശരിക്കും ഞങ്ങൾ ഫ്രണ്ട്സിന്റെ മാത്രം ഞങ്ങൾ 3-4 പേരുള്ള ഓണാഘോഷമാണ്. ഞാൻ മറ്റേ ലാവൻഡർ ഫീൽഡിലൊക്കെ പോയില്ലേ, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് അവരോരോ കറികൾ കുക്ക് ചെയ്ത് കൊണ്ടുവരും, അവിടുന്ന് കൂടും, കഴിക്കും, കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കും, ബിരിയാണി. അത്രേ ഉള്ളൂ, ചെറുതാ. നാളെയാണ് നമ്മൾ എല്ലാവരും കൂടെ ഉള്ള 10-15 പേരുള്ള ഓണാഘോഷം. നാളെയാണ് മെയിൻ ഓണാഘോഷം. ഇന്നിപ്പം മോന് ഞാൻ മിസ്സാഗയ്ക്കാണ് പോകുന്നത്, ക്രിസ്റ്റീനയുടെ വീട്ടിൽ വെച്ചിട്ടാ. അപ്പം അതുകൊണ്ട് മോനും എൻ്റെ കൂടെ വന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് അവിടെ മലയാളി കടയിലൊക്കെ കയറാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മോനെ വിളിച്ചത്. കാര്യം ഈ ബ്രാംപ്ടൺ സൈഡിലോട്ടുള്ള ഡ്രൈവിങ് എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് ഡ്രൈവ് ചെയ്ത് സ്കില്ലുള്ളവർക്ക് ഇവിടെ എനിക്ക് പേടിയാണ്. നാട്ടിൽ ഇങ്ങനെ വന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കയറും, റൂൾസ് ഒന്നും നോക്കത്തൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കൂടുതലും ഹിന്ദിക്കാർ. അപ്പം അത് കാരണം എനിക്ക് അങ്ങോട്ട് പോകുമ്പം മോന് ഓടിച്ചാലേ ശരിയാകത്തുള്ളൂ. എനിക്ക് പേടിയാണ്. അല്ലെങ്കിൽ പിന്നെ വലിയ മോർണിംഗ് ആ ടൈമിലൊക്കെ ആയിരിക്കണം. ഇതിപ്പോൾ നമ്മൾ നട്ടുച്ചയ്ക്കാണ് പോകുന്നത്. നല്ല ട്രാഫിക്കും ഉണ്ട്. അപ്പം അത് കാരണം ഞാൻ മോനിനെ കൂട്ടിയതാണ്. അച്ചാച്ചനും ഡെല്ലയും വീട്ടിലുണ്ട്. അപ്പം ഈ സൂട്ടി അവരുടെ കൂടെയാണ്. അപ്പം നമ്മളിത് പെട്ടെന്നുള്ള പരിപാടിയാണ്. പോവുക, സദ്യയൊക്കെ കഴിക്കുക, കുറച്ച് നേരം ഇരിക്കുക, പോരുക, അത്രേ ഉള്ളൂ. അപ്പം ഇത് കുഞ്ഞ് വ്ളോഗായിരിക്കും. ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലതാണ്, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇടാനുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാളത്തെ വ്ളോഗ് എടുക്കാം. എന്ത് എന്തായാലും ഓട്ടെ. ഓക്കെ, അപ്പോ അതെ, ഇതാണ് എന്റെ ലുക്ക്. നയാഗ്രയോ? ഓക്കെ, അതാ. ഞാൻ വേറെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും ഒക്കെ ഇടാം. അത് ഇനിയിപ്പോ കാണുമല്ലോ. നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ മിസ്റ്റർ ഡെറിൻ തമ്പി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഫോട്ടോയോ വീഡിയോ എടുത്ത് തരുന്ന ദിവസം ഞാൻ എക്സ്ട്രാ സോപ്പ് ഇടും. അങ്ങനെയാണ് ഞാൻ എടുപ്പിക്കുന്നത്. അപ്പൊ ഓക്കെ, ഇനി അവിടെ ചെന്നിട്ട് അവരവിടെ രാവിലെ എണീറ്റ് കുക്കിംഗ് ഒക്കെ ആയിരുന്നു. ഞാൻ ഒരു കറി ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചു, ബാക്കി ഇന്ന് രാവിലെ ഉണ്ടാക്കി. അവരിന്ന് രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കി, ഇന്നലെ രാത്രി അരിഞ്ഞു വെച്ചു. അയൺ ബോക്സ് ഉണ്ടോ, ഒരുങ്ങി അതൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്. സോന അവിടുന്ന് വരണം ടൊറോണ്ടോന്ന്, ഭവ്യ അങ്ങ് ആ വിദ്വിന്ന് വരണം, പിന്നെ ക്രിസ്റ്റീനയുടെ വീട്ടിലാണ്. ക്രിസ്റ്റീനയുടെ ആണോ? ക്രിസ്റ്റീനയുടെ ആ വീട്ടില് അവള് മാത്രമേ ഉള്ളൂ. ക്രിസ്റ്റീനയുടെ ഹസ്ബൻഡ് അനീഷ് നാട്ടിൽ പോയേക്കുവാണ്. അനീഷ് നാട്ടിൽ പോയേക്കും. അതല്ല ഞാൻ പറഞ്ഞേ, ആരും പെൺപിള്ളേരുടെ ഇടയില് ആണാണെന്നും പറഞ്ഞു, ഒരേ ഒരു ആൺതരി. അപ്പോ അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പൊ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ബൈ. അത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ മലയാളി കടയിലൊക്കെ കയറിയിട്ട് മലയാളി കടയിൽ പിന്നെ കയറത്തോളൂ. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഒടുക്കത്തെ ട്രാഫിക്കാണ് ഗൈസ്. 1:30 അവിടെ എത്തുന്നായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോ കാണിച്ചത്. അതിന്റെ ഇടയിൽ ഒരു ഗതികെട്ടാൻ്റെ അവസ്ഥ പഞ്ചറായി പാവം. പഞ്ചറായി കിടക്കും. ലെഫ്റ്റ് സൈഡിലെ വീല് പഞ്ചറായി. പിന്നെ ഫോക്കസ് ആവുന്നില്ല. നല്ല ട്രാഫിക്. അതെ, ഇതൊക്കെ ഓണ് കണ്ട, ഇതന്നെ ഫോക്കസ് ആവാതെ. ഓക്കെ, കണ്ടോ, 1:50 1:30 20 മിനിറ്റ്. വണ്ടി ഹൈവേയിൽ 25 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റുള്ളൂ. 100 പോകേണ്ട 120 പോകേണ്ട റോഡ് 25 പോകണം. 25 കിലോമീറ്റർ per hour.
ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിതേ ഇവിടെ നമ്മൾ പഴം മേടിക്കാനായിട്ട് മലയാളി കടയിൽ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. പഴവും വാഴയിലയൊക്കെ മേടിക്കണം. അപ്പൊ അതേ അങ്ങറ്റം കാണുന്ന ആ വെള്ള ബോർഡ് കണ്ടോ, മലയാളി എന്നും പറഞ്ഞിട്ട്, ടേസ്റ്റ് ഓഫ് മലയാളീസ്. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുന്ന് ക്രിസ്റ്റീനയുടെ വീട് 10 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഇത് മേടിച്ചിട്ട് അങ്ങോട്ട് പോവാം. നമുക്ക് നാളത്തെ പരിപാടിക്കും പഴം വാങ്ങാനുണ്ട്. അപ്പൊ അതും മേടിച്ച്, പിന്നെ ഇവിടുത്തെ ഇന്നത്തെ പരിപാടിക്ക് വാഴയില മേടിക്കണം, അതും മേടിച്ച് അങ്ങോട്ട് പോവാണ്. ക്രിസ്റ്റീന വേഗം ചെല്ലാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൾക്ക് സാരി ഉടുക്കാൻ ഹെൽപ്പ് വേണമെന്നും പറഞ്ഞിട്ട്. സോനയും അവിടുന്ന് വരുന്നുണ്ട്. അവള് സാരി ഉടുത്തിട്ട് ഡ്രൈവ് ചെയ്യാൻ ഇതല്ലാത്തത് കൊണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഉടുക്കാന്നുള്ളതാണ് പ്ലാൻ. അതാണ് നേരത്തെ ചെല്ലാന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. നേരത്തെ അല്ല, ഇതിപ്പോ ഓൾറെഡി 2 മണി കഴിഞ്ഞു. നല്ല ട്രാഫിക് ആയിരുന്നു. ഭവ്യക്ക് അവിടുന്ന് ട്രാഫിക് ഉണ്ട്. പിന്നെ വേറെന്താ പറയാനുള്ള, അപ്പൊ നമ്മളിത് പഴം മേടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവും. 10 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാരും കൂടെ വന്നിട്ട് കാണിച്ചു തരാം ബാക്കി കാര്യങ്ങളൊക്കെ. മോനുമാണ് പഴം മേടിക്കാൻ പോയാൽ. ഞാനിങ്ങനെ കൊലം കെട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് കടയിൽ കയറാനൊരു നാണക്കേടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ പോയില്ല. മോനു പഴവും ഇതും പിന്നെ വീട്ടിലോട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ വല്ലപ്പോഴും ഇങ്ങോട്ട് വരണേ, മേടിക്കണമെങ്കിൽ മേടിക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. മോനോട് അരി മേടിക്കാൻ പറയായിരുന്നു. അരി ഞാൻ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, അപ്പൊ മോന് സാധനം മേടിച്ചിട്ട് വന്നു. ഇവിടെ ഇരിപ്പുണ്ട് കുറെ. നമ്മൾ വീട്ടിലോട്ടും കൂടെ കുറെ വല്ലപ്പോഴും ഇല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പം മലയാളി സാധനങ്ങൾ കുറെ ഉണ്ടല്ലോ വീട്ടിലോട്ട് ആവശ്യമുള്ള, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ ഒന്ന് മേടിച്ചു. പഴവും ഇലയും മേടിക്കാനൊക്കെ അറിയാം, പക്ഷെ വേറെ എന്താണ്ടൊക്കെ കുറെ മേടിച്ചിട്ടുണ്ട്. കുറിക്കുന്ന സാധനം, പിന്നെ മസാല, അങ്ങനത്തെ എന്താണ്ടൊക്കെ മേടിച്ചു മോനു. നല്ല തിരക്കായിരുന്നു അവിടെ. മറ്റേ അവിടെ ഓണസദ്യകൾ മേടിക്കാൻ ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കാരണം നല്ല തിരക്കായിരുന്നു. മോന് കുറെ സമയം എടുത്തു. എനിക്ക് കാറിൽ നല്ല സമയം എടുത്തു. എനിക്ക് കാറിൽ ഇരുന്നിട്ട് ചൂടെടുക്കുമായിരുന്നു. ഇന്ന് ഇവിടെ നല്ല ചൂട്. നമ്മുടെ ഒരു ചേച്ചി, വളരെ മാന്യമായ ഒരു ചേച്ചി വന്ന് ക്യൂ ഒന്നും നോക്കാതെ ഇടയ്ക്കിട്ട് കയറി ഒരു ലോഡ് സാധനം മേടിച്ചു. അവർക്ക് സാധനം എടുക്കാൻ വേണ്ടി തന്നെ കുറെ സമയം. അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ല. ഇത് എടുക്കുവാണെന്നാ ലേറ്റ് ആയിട്ടില്ല വന്നത്. എങ്ങനെ പോണത്? ബ്രാംപ്റ്റൺ മോന്, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ വണ്ടിയുടെ കണ്ടു എന്നിട്ട് വരുവാ. നമുക്ക് ഇടിച്ചു തീരുമാനിക്കാന്ന രീതിയിൽ വരുവാ. അപ്പൊ അതേ ഞങ്ങള് ക്രിസ്റ്റീനയുടെ വീടെത്തി. 1 മിനിറ്റിലെത്തി. ഞാൻ ഇങ്ങനെ കണ്ടു കയറിയ അല്ല ഇങ്ങനെ ആരൊന്നും പറഞ്ഞൊന്നുമില്ല ആ ചേച്ചിനെ. പ്രായമുള്ളതായിരുന്നോ? പ്രായമുള്ളായിരുന്നോ? അല്ലല്ല, ചെറുപ്പക്കാരി. ഞാൻ കാണിച്ചു തരാം. നൈസ് വീടല്ലേ? അല്ല, ഇതിങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ആ കാണുന്ന വീട്. എനിക്ക് അന്ന് വന്ന എനിക്ക് ഓർമ്മയുണ്ട്. മുട്ടേട്ടന്റെ വീടാണോ? അല്ല, ആ ചുമന്ന വണ്ടി കിടക്കുന്നില്ലേ? വണ്ടി ഇവിടെ സൈഡിലിടും. 2 സൈഡും ബ്ലോക്ക് ആവും. എന്നാ ഫ്രണ്ടിലോട്ട് വല്ല ഇട്ടോ. ഇതാ ഇവിടെ കേട്ടോ അവള് താമസിക്കുന്നത്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. അപ്പൊ നമ്മള് ക്രിസ്റ്റീനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വേണ്ട, ഇതെനിക്കിഷ്ടായി. ഇത് കൊള്ളാം, ഈ പരിപാടി കൊള്ളാം. കൊള്ളാം കൊള്ളാം. ഹായ് ഹായ് ഹായ്. സോന ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്. അവള് സാരിയും കൊണ്ടാണ് വരുന്നത്. അവൾ ഇനി വന്ന് സാരി കൈ കൊടുത്ത് എപ്പോഴാണോ ഇനി വല്ലതും കഴിക്കുക കണ്ടറിയാം. മോന് പോസ്റ്റാണ്. മോനും സിനിമ കണ്ടോണ്ടിരിക്കുക. ഒന്നും കുഴപ്പമില്ല. ഇത് ഏത് പടം? ചോട്ടാ മുംബൈ. ഇതെനിക്കിഷ്ടായി.
ഇത് ഈ കൺസോൾ ടേബിൾ ഇതും കൂടെ വെച്ച് ഇതും കൂടെ വെച്ചിട്ട് എനിക്കിഷ്ടായി. ഓണത്തിന് വന്ന ലുക്ക് കണ്ടോ ഒരുത്തിയുടെ ഇന്നത്തെ മാവേലി വന്ന് അവൾ ഇവിടെ വന്ന് സാരി എടുക്കാൻ വന്നേക്കാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. സാരി എടുത്ത് കാറ് ഡ്രൈവ് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണല്ലോ വന്നത്. ഹായ് ഡെറിന്റൊക്കെ ഞാൻ ഈ പ്ലേറ്റ് എപ്പോഴും മറന്നു. ഇവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉള്ള കാര്യം. പ്ലേറ്റ് അല്ല നല്ല ലൊക്കേഷനിലാണ് എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. ലൊക്കേഷൻ വയറ്റിലോട്ടല്ലേ പോന്നെ. നീ എന്താ കഴിച്ചോളെ ചോറ് വിളമ്പിട്ടില്ല അവനും. ചൂടുണ്ടോ? ഞാൻ വീഡിയോ പിടിക്കണോ? ഇളക്കി കൊടുക്കാം. ഇതിട്ടാ ഞാൻ ഉണ്ടാക്കിയ കാളൻ മോയി കഴിച്ചായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളില്ലായിരുന്നു. എവിടെയെങ്കിലും ഇട്ട് പോടിയൊന്നും. ഇതിന്റെ ഒന്നും പൊസിഷൻ ഒന്നും എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. അല്ല ഈ കറി വിളമ്പുന്നതിനൊക്കെ എല്ലാവരും പൊസിഷനൊക്കെ ഉണ്ട്, ഓർഡർ ഒക്കെ ഉണ്ട്. എനിക്കാർക്കും അറിയത്തില്ല. ഇവിടെ ആർക്കെല്ലാം അറിയോ? ഇതിൽ കാണാൻ വരെയുള്ളത് ഞാൻ പറയാം. ഇതാണ് പിന്നെ ഇത് എനിക്ക് നിന്റെ മറ്റേ ചാര രണ്ടും കൂടെ അഭിനയിക്കാൻ നിൽക്കുന്നത്. തീ പാറൊന്നും അവിടെ ഇങ്ങോട്ടാന്ന് വെച്ചാ പൊക്കൂ. ഫോണായിട്ട് പോ. എങ്ങും പോണ്ട. ഇവര് കറികളുടെ മുന്നിൽ നിന്നിട്ടുള്ളതാണ്. മോനെ ഞാൻ കാണിച്ചു തന്നെ ഓർമ്മയില്ലേ? ചിക്കൻ ഇല്ലേ? ആ കടിച്ചു പറിക്കാൻ ഒന്നുമില്ലേ? അത് മറ്റേ ശരിയതാ. എന്റെ കാളെ കണ്ടിട്ട് പരിപ്പ് ജോലി ഉണ്ടാക്കിയില്ല. അങ്ങനെയാണ് എന്റെ നാളത്തെ പരിപ്പറി എണ്ണ ഉണ്ടാക്കിയിട്ട് അതിന് എടുത്തോണ്ട് വരാൻ. എന്റെ സുഖം പറയാം. സാമ്പാർ ഉണ്ടായിരുന്നു, പരിപ്പുണ്ട്, വിളമ്പടില്ലായിരുന്നു. സോറി. ഈ സ്പൂണ് കഴിഞ്ഞ ശർക്കര ഇട്ടോ ഇട്ടു. ചുമ്മാ കഴിക്കാൻ മതി. പപ്പടം വെച്ചു. ഇനി അവിയലും സാമ്പാറും. എല്ലാരും ഉപ്പ് വെച്ചോ? ഉപ്പ് ഇവിടെ ഇടാം. ഉപ്പ് വേഗം ഇട്ടു. കാരണം എന്റെ കറിക്ക് ഒന്നും ഉപ്പില്ല. പോക്കറ്റിലിട്ടോണ്ട് ഇടുന്നത്. ഞാൻ പറഞ്ഞില്ലാതെ വേണ്ടാവും. പപ്പടത്തിന് വേണ്ടിട്ടാ. ക്യാബേജിന്റെ അവിയലൊരു സ്പൂൺ. കുഴപ്പമില്ലല്ലോ. നീ എവിടെയിലേക്ക് ഇട്. കുറച്ചാ ഞാൻ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടിപ്പോയില്ലേ? എന്ത് ഒപ്പീനിയൻ എന്റെ പറയണോ അതോ കള്ളത്തരം പറയണോ? കുറച്ച് തേങ്ങ വീടിന്റെ സാധനം ഇല്ല. ഞങ്ങളുടെ അതിന് തൈരിടില്ല. പുളി ഇട്ടിട്ടുണ്ടോ? ചെറിയ ചൂട് ഞങ്ങൾ കുഴഞ്ഞ് അവര് കഴിക്കില്ല. അല്ലേ നമുക്ക് അവളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് കഴിക്കില്ലല്ലോ, തൈര് ഇടില്ലല്ലോ. പായസം എടുത്തോ? പായസം എടുത്തു. ഒരു പായസം 1 2 0 ഞാൻ ഇത് മാറ്റിക്കുന്നു. ഏകദേശം എല്ലാം സെറ്റായി വരുന്നുണ്ട്. ചോറ്
എല്ലാ കറിയും ഉണ്ടല്ലേ? എത്ര കൂട്ടം ഉണ്ടടി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഏതൊക്കെ. പിന്നെ സാമ്പാർ, രസം അതൊക്കെ അവിടെ ഇരിക്കുകയാണ്. 2 കൂട്ടം പായസം, വെള്ളപ്പായസം, കറുത്ത പായസം. എനിക്കങ്ങനെ പച്ചടിയും ഒക്കെ. നമ്മൾ സെറ്റാ കഴിക്കാൻ പോവാണ്. ഇവിടെ റീലെടുക്കലായിരുന്നു സദ്യ വിളമ്പി വെച്ചിട്ട്. എങ്ങനെയുണ്ട് മനു? കൊള്ളാവോ? മലയാളം എത്ര നല്ല. ഞങ്ങൾ സദ്യ എല്ലാരും കഴിഞ്ഞു. വയറ് അറിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അതിൽ എന്നിട്ട് പായസം ഇനിയും ബാക്കിയുണ്ട്. പാലട കുടിക്കാനുള്ള വയറില്ല. ഇച്ചിരി നേരം ബ്രേക്ക് എടുത്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അടിപൊളിയായിരുന്നു. എന്റെ ഫേവറേറ്റ് നമ്മുടെ മറ്റേ സാധന. അതിന്റെ പേരെന്നാ അടി? മറ്റേ സാധനം മറ്റേ പേരെന്നാ? ആ പൈനാപ്പിളും മുന്തിരിയുടെ പൈനാപ്പിൾ പച്ചടിയാണ്. അത് അവളുണ്ടാക്കിയത്. അതുകൊണ്ട് എന്നിട്ട് പോയിന്റ് ചെയ്യണം. ഞങ്ങളെല്ലാരും കൊണ്ട് അവള് കഴിപ്പിച്ചു. അവളുടെ ഇലയില് അവിയലും സാമ്പാറും കഴിച്ചെന്ന് തോന്നുന്നല്ലേ? അവിയലും തോരനും ബാക്കി ഉണ്ടായിരുന്നു. എല്ലാ കറിയും നല്ലായിരുന്നു. എന്റെ ഫേവറേറ്റ് മറ്റേ പൈനാപ്പിൾ സാധനം. അല്ല അവളുണ്ടാക്കിയ. അല്ല എനിക്ക് ആ മധുരക്കറി എനിക്കിഷ്ടം. സാരിയുടെ അടി സോക്സ് ഒക്കെ ഇട്ടോണ്ട് വന്നേക്കും അവള്. ആ നിനക്കുണ്ടോ? ഞാൻ ഇപ്പോഴാ കണ്ടത്. സോന ഭാഗ്യത്തിന് സാരിയുടെ പ്ലീറ്റും ഇതെല്ലാം എടുത്ത് പിന്നുകുത്തിയാ വന്നത്. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ നല്ല പരിപാടിയാണ്. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ സദ്യ കഴിച്ചോണ്ടിരുന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്തുമായിരുന്നു ഓരോരുത്തർ കൊണ്ടുവന്ന കറി. ഇത് കൊള്ളാം. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഞാൻ പിന്നെ കാണിച്ചു തരാം. എനിക്ക് ഒറ്റയ്ക്ക് ഓർക്കാൻ പറ്റില്ല. ഓക്കെ തിങ്സ്. ഇത് കരച്ചിലല്ല, ഇത് ഭയ. ഇതിന് പെട്ടെന്ന് പാക്ക് ചെയ്തോട്ടോ, അല്ലെങ്കിൽ ശല്യപ്പെടുത്തുള്ളൂ. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. കറിയൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള പാക്ക് ചെയ്ത് പരിപാടി ഇറക്കാതെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പായസം സെറ്റ് ചെയ്യാണ് ക്രിസ്റ്റീന. അല്ല ഞാൻ കുടിച്ചില്ലത്, എന്റേതാ അത്. ആ ഗ്ലാസ് അത് എന്റേതാ, ഞാൻ കുടിച്ചില്ലായിരുന്നു. പായസം കുടിക്കാനായിട്ടുള്ള സമയം കിട്ടില്ല, വയറും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. ഈ ഷൂട്ടിങ്ങൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം വൈകുന്നേരം ചെന്നിട്ട് മോനൊന്ന് പോവാനുണ്ട് ഒരിടത്ത്. അപ്പൊ അത് കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഡിലേ അടിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇനി നാളത്തേക്കുള്ളത് കുക്ക് ചെയ്യാനുണ്ട്, നാളത്തെ ഓണപരിപാടികൾ. അപ്പൊ അത് കാരണം ഇവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വെട്ടി കിടക്കുന്നുണ്ടോ? വെട്ടി കിടക്കുന്നുണ്ടോന്ന് പറയുമ്പോ ചാടി അടിച്ചു.
ഞാൻ കിടന്നില്ലല്ലോ. ഞാൻ കിടന്നില്ല. അപ്പോ ഞങ്ങള് സോനയ്ക്ക് മാട്രിമോണിയിലേക്ക് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്തു. അപ്പൊ ഞങ്ങൾ പോവാ. ബാ. ആണോ? Ta-da. Bye-bye. Bye-bye. See you guys next time. Bye. ഇവിടുത്തെ ഹൗസ് ഓണർ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. ഇതൊരു കുഞ്ഞു വ്ളോഗ് ആയിരിക്കും. നാളത്തെ ഞാൻ വലിയ വ്ളോഗ് ആണെങ്കിൽ എടുക്കാം. ആ ഓക്കെ. ഹൗസ് ഓണർ സദ്യ കഴിക്കാനായിട്ട് വരുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.